കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ഒരു ആശ്വാസമായി നിൽക്കുന്നത് കനത്ത പേമാരി ഇല്ല എന്നുള്ളതാണ്. ആ മഴ വിതച്ച നാശനഷ്ടങ്ങൾ, അതിൽ ദുരിതം പേറുന്ന ജനങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ മുന്നിലുള്ള കാഴ്ചകളായി, നമ്മുടെ മുന്നിൽ വേദനകളായൊക്കെ അവരുണ്ട്. മഴ ശമിച്ച് മാനം തെളിഞ്ഞെങ്കിൽ ആലപ്പുഴയിൽ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. നേരത്തെ തന്നെ പൊതുജനം കഴുതിയില്ല ഈ പരിപാടിയിൽ തന്നെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടായി മാറിയതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എത്ര വലിയ മഴയുണ്ടായാലും ഒരു തുള്ളി വെള്ളം പോലും റോഡിൽ കയറില്ല എന്ന അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരന്റെ ഉറപ്പ് പാഴ്വാക്കായി എന്നതാണ് ആലപ്പുഴക്കാരുടെ അനുഭവം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നു. പ്രളയാനന്തരം നിർമ്മിച്ച റോഡിൽ വെള്ളം കയറില്ല എന്ന വാഗ്ദാനം ലംഘിച്ച സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഈ വെള്ളക്കെട്ടുന്നത് ഒരു തീരാ ദുരിതമായി മാറിയിരിക്കുന്നു. അതാണ് അവരുടെ നിലവിലെ അവസ്ഥയും സാഹചര്യവും. റിപ്പോർട്ട് കാണാം. രണ്ടായിരത്തി 2018 പ്രളയാനന്തരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതികളൊന്നായിരുന്നു AC റോഡ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച AC റോഡിന്റെ ദുരിതക്കഥ മാറുന്നില്ല എന്നതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. രണ്ടായിരത്തി 2018 പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച പ്രധാന റോഡുകളിലൊന്നാണ് AC റോഡ്. 671.66 കോടി രൂപ ചിലവാക്കിയായിരുന്നു നിർമ്മാണം. റോഡിലെ വലിയ പാലങ്ങളുടെയും മേൽപ്പാലങ്ങളും ഉൾപ്പെടെ ചേർത്ത് സെമി എലവേറ്റഡ് ഹൈവേ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. എത്ര വലിയ മഴയുണ്ടായാലും ഒരിറ്റ് വെള്ളം പോലും റോഡിൽ കയറില്ല എന്നതായിരുന്നു അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നൽകിയ ഉറപ്പ്. കാലവർഷം മൂലം പെയ്ത മഴയുടെ ശക്തി കുറഞ്ഞിട്ടും AC റോഡിലെ വെള്ളക്കെട്ട് തുടരുകയാണ്. സർക്കാർ വാഗ്ദാനം ലംഘിച്ചു എന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വള്ളവുമായാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രളയത്തിന് ശേഷം പ്രളയത്തിനെക്കാട്ടിൽ അന്നുണ്ടായിരുന്ന വാട്ടർ ലെവലിനെക്കാട്ടിൽ ഉയർത്തി നിർമ്മിച്ച റോഡാണെന്നാണ് അവകാശപ്പെട്ടത്. എന്നിട്ടും 2 വർഷം മുന്നേ വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ സമരമായിട്ട് രംഗത്ത് വന്നപ്പോൾ പത്രപ്രസ്താവന നടത്തി ഇനി ഒരിക്കലും വെള്ളം കയറിയില്ലെന്ന് പറയും. പക്ഷെ വീണ്ടും ഇത്തവണ വെള്ളം കയറി. ഇത്രയും വലിയ തുക ഈ കുട്ടനാട്ടിൽ കൊണ്ടുവന്ന് ചെലവഴിച്ചിട്ട് അതിന്റെ യാതൊരു പ്രയോജനവും ഈ AC റോഡിനെ കൊണ്ട് കുട്ടനാട്ടുകാർക്കോ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കോ ഇല്ല. സെമി എലിവേറ്റഡ് ഹൈവേ എന്ന പേരിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ എലിവേറ്റഡ് ഹൈവേ അത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും നാട്ടുകാരും മറ്റ് ജനപ്രതിനിധികൾക്ക് ആവശ്യപ്പെട്ടിട്ടും ഇത് നടപ്പിലാക്കുവാൻ ഇവിടുത്തെ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളും തയ്യാറായില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. AC റോഡിന് സമീപത്തായുള്ള കുട്ടനാട് താലൂക്കിലെ സർക്കാർ സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലാണ്. പദ്ധതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കാമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. തോട്ടപ്പള്ളി പൊഴിമുറയ്ക്കൽ വൈകുന്നതിനെ തുടർന്നും പുറംബണ്ട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെ തുടർന്നും വെള്ളക്കെട്ടിന് ഇതുവരെയും പ്രദേശത്ത് കുറവുണ്ടായിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ താമസമൊന്നും ഇല്ലല്ലോ. ഇതെല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് 3 ദിവസം കൊണ്ട് വെള്ളം പെട്ടെന്ന് കയറി. MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, അവർക്ക് അവരുടെ കാര്യം. പൊതുജനങ്ങളെ നോക്കുന്നില്ലല്ലോ. ഇത് കണ്ട് ഇത് പണിത റോഡാണ്. അവർക്ക് പണിതപ്പോൾ പൊക്കെ ഇട്ടായി ആൾക്കാർക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുമോ? ജനങ്ങൾ വെറും മണ്ടന്മാരെന്നേ ഞാൻ പറയുന്നത്. എത്ര വലിയ മഴയുണ്ടെങ്കിലും ഒരിറ്റ് പോലും വെള്ളം റോഡിലേക്ക് കയറില്ല എന്നതായിരുന്നു AC റോഡിനെ പറ്റി LDF സർക്കാർ പറഞ്ഞ ഉറപ്പ്. പക്ഷെ അതങ്ങനെയല്ല എന്നതിന്റെ നേർസാക്ഷ്യമാണ് കണ്ടത്. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രദേശവാസികളടക്കം സമരം ചെയ്യാനുള്ള തീരുമാനവുമുണ്ട്. എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകണമെന്നും ഇവർ പറയുന്നു. ആലപ്പുഴയിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് AC റോഡ് അത് ഇപ്പോൾ ഒരു തോടായി മാറിയിട്ടുണ്ട്. എത്ര മഴ പെയ്താലും വെള്ളം കയറില്ല എന്ന സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്
അതെങ്ങനെ ഈ വെള്ളത്തിൽ ഒലിച്ചുപോയി എന്നാണ് നമ്മൾ കണ്ടത്. വികസനം എന്നത് അട്ടിക്കട്ടിക്കായി ആ അതിവേഗ പാതയും വലിയ മേൽപ്പാലങ്ങളും ഉണ്ടാകുന്നതല്ല. സാധാരണക്കാർക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അതാണ് ആദ്യം വേണ്ടത്. നല്ല റോഡുകൾ പണിയുക, വെള്ളക്കെട്ടുണ്ടാകാതെ നോക്കുക, ആളുകൾക്ക് സമാധാനത്തോടും സുരക്ഷിതത്വത്തോടും സന്തോഷത്തോടും കൂടി സ്വന്തം വീട്ടിൽ കഴിയാൻ പറ്റുക. ഇതൊക്കെയാണ് ഏറ്റവും മിനിമം ഒരു ഭരണകൂടം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട കാര്യം. അതല്ലാതെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞതുകൊണ്ടോ അതിൽ വലിയ അവകാശവാദങ്ങൾ ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഉന്നയിച്ചതുകൊണ്ടോ കാര്യമില്ല. ജനത്തിന് നേരിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ സാക്ഷ്യം പറയും. അതുകൊണ്ടാണ് ഈ വാക്ക് പാലിക്കാത്തതിനെ എതിരായിട്ടുള്ള ജനരോഷം ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനം ഇപ്പോൾ പറഞ്ഞത്, ഇവിടെ മന്ത്രിമാരില്ല, ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്നില്ല, അവരാരും തന്നെ ഇത് കാണുന്നുമില്ല, അതുകൊണ്ട് ജനങ്ങൾ എപ്പോഴും മണ്ടന്മാരായി മാറുന്നു എന്ന് ഇതിൽ പൊതുജനങ്ങളിൽ ഒരാൾ പ്രതികരിച്ചത് അതുകൊണ്ടാണ്. ഇതെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കും എന്ന് നമുക്ക് കരുതാം. എല്ലാ മഴക്കാലത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്, എന്നിട്ടും വെള്ളക്കെട്ടിന് ഒരു മാറ്റവുമില്ല. അപ്പോൾ മഴ ഇനി കനത്താൽ, അതായത് ശക്തമായ മഴയുണ്ടായാലുള്ള സ്ഥിതി എന്തായിരിക്കും? ഇതാണ് പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ ആശങ്ക. അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പ്രതികരിക്കാനുണ്ട്. അതിലേക്ക് വാഹന സൗകര്യം നന്നായിട്ടുണ്ടായാൽ കുഴപ്പമില്ല. ബാക്കിയൊക്കെ നമുക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. ഈ റോഡിലൊക്കെ ഇത്തിലൂടെയൊക്കെ റോഡൊക്കെ പൊക്കിയാൽ മതിയായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള റോഡ്, തട്ടാശ്ശേരിക്കുള്ള റോഡൊക്കെ ഈ കണ്ട പാടത്തിന് നടുക്കൂടൊക്കെ പോകുന്നത്, കുട്ടനാടിന്റെ സ്വഭാവം അതല്ലേ, താഴ്ച പ്രദേശമല്ലേ. ഞങ്ങളുടെ ചമ്പക്കുളത്തെ താമസം, അവിടെ നിന്നും ഭയങ്കര ഒരു വെള്ളത്തിൽ വരാനൊക്കെ ആയിട്ട്. സബ് ട്രഷറി ആലപ്പുഴയിലേക്ക് മാറ്റി. അത് വെള്ളം കയറുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, പൊതുജനങ്ങൾ കൂടുതൽ വരുന്നില്ലേ. അപ്പോൾ ഈ വെള്ളക്കെട്ടുണ്ടോ മാറ്റി എന്തായാലും. ഞങ്ങൾ ചമ്പക്കുളം പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേണ്ട രീതിയിൽ നന്നായിട്ട് ഇപ്പോഴും നീന്തി കയറി വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ നടക്കുന്നത്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മഴയാണ് വളരെ പെട്ടെന്ന്. 2012 നിന്നൊക്കെ ഇവിടെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന രൂപത്തിലുള്ള ഒരു ഇതാണ് വന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് പൂരൂക്കര സ്കൂളിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പ്, മെഡിക്കൽ സംവിധാനം അടക്കം ഭക്ഷണം വസ്ത്രം അടക്കമുള്ള ക്യാമ്പ് ആദ്യമേ തന്നെ ആരംഭിച്ചിരുന്നു. നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടത്തിലെ വിള്ളൽ, ആ പാതയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ, അതിലെ നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ, ഇതൊക്കെ തന്നെ വലിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആലപ്പുഴയിലെ AC റോഡ് ഇങ്ങനെ വെള്ളം കയറി തോടായി മാറിയിരിക്കുന്നത്. അബ്രഹാം തോമസ് എന്ന ഒരു പ്രേക്ഷകൻ അദ്ദേഹം കുറിക്കുന്നത്, മോട്ടോർ വാഹനങ്ങൾക്കും ജലഗതാഗതത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന റോഡ് അല്ലെങ്കിൽ നാട് എന്ന പരിഹാസ രൂപേണ അബ്രഹാം തോമസ് പറയുന്നു. അതുപോലെ തന്നെ ജോസ്വിൻ ജോസഫ് പറയുന്നു, റോഡ് പണിയുടെ മറവിൽ കമ്മീഷൻ അടിക്കൽ നടക്കുന്നുവെന്ന്. അങ്ങനെ പലരും ആർക്ക് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം, അവനവൻ്റെ ഇഷ്ടം പോലെ എന്തിന് സർക്കാർ ഇലക്ഷൻ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ അലവിയുടെ ഒരു പ്രതികരണം കാണുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് അമർഷമുണ്ട്, അവർക്ക് അവരുടെ നിസ്സഹായതയുണ്ട്, അവരുടെ വേദനയുണ്ട്, അതിൻ്റെയൊക്കെ കണ്ണീര് കൂടിയാണ് ഈ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്ന റോഡുകൾ.